യൂറോ കപ്പിലെ സൂപ്പർ പോരാട്ടത്തിൽ ഇറ്റലിയെ പരാജയപ്പെടുത്തി സ്പെയിൻ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചു. ഗ്രൂപ്പ് ബിയിൽ രണ്ടാം മത്സരത്തിൽ എതിരില്ലാത്ത ഒറ്റ ഗോളിനാണ് സ്പെയിൻ ഇറ്റലിയെ പരാജയപ്പെടുത്തിയത്. ഒരു സെൽഫ് ഗോളാണ് മത്സരത്തിന്റെ വിധിയെഴുതിയത്. എന്നാൽ സ്പെയിൻ്റെ ആധിപത്യമാണ് മത്സരത്തിൽ കാണാൻ കഴിഞ്ഞത്. കൃത്യമായ ഇടവേളകളിൽ അവർ ഇറ്റാലിയൻ ഗോൾ മുഖത്തെത്തി. എന്നാൽ ഗോൾ കണ്ടെത്താൻ അവർക്കായില്ല. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ 51-ാം മിനിറ്റിൽ നിക്കോ വില്യംസ് ബോക്സിലേക്ക് നൽകിയ പന്ത് മൊറാറ്റോ ഫ്ലിക്ക് ചെയ്യുന്നു. ഡൊണറുമ പന്ത് തട്ടിയകറ്റിയത് ഇറ്റാലിയൻ ഡിഫൻഡർ കാലഫിയോറിയുടെ കാലുകളിൽ തട്ടി വലയിലെത്തി. ഗോൾ വീണതിനു ശേഷവും സ്പെയിൻ ആക്രമണം തുടർന്നു. 70-ാം മിനിറ്റിൽ നിക്കോ വില്യംസിന്റെ കാർലർ ഷോട്ട് ബാറിൽ തട്ടി മടങ്ങി. ഡൊണറുമയുടെ ചില സേവുകളും മത്സരം 1-0 എന്ന നിലയിൽ അവസാനിപ്പിച്ചു. ഇറ്റലി മത്സരത്തിന് അവസാനം ഒരു അറ്റാക്ക് നടത്തിയതൊഴിച്ചാൽ കാര്യമായ മുന്നേറ്റം അസൂറികൾ മത്സരത്തിൽ നടത്തിയില്ല. മത്സരത്തിന് കണക്കുകളിലേക്ക് വന്നാൽ 58% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് സ്പെയിനാണ്. 20 ഷോട്ടുകളാണ് സ്പെയിൻ മത്സരത്തിൽ തൊടുത്തത്. 9 ഷോട്ട് ഓൺ ടാർഗറ്റ്. 591 പാസുകൾ 90% കൃത്യതയോടെ സ്പെയിൻ പൂർത്തിയാക്കി. 4 ഷോട്ടുകളാണ് ഇറ്റലി തൊടുത്തത്. 1 ഷോട്ട് ഓൺ ടാർഗറ്റ്. 439 പാസുകൾ 83% കൃത്യതയോടെ ഇറ്റലി പൂർത്തിയാക്കി. രണ്ടാം വിജയത്തോടെ സ്പെയിൻ 6 പോയിന്റുമായി ഗ്രൂപ്പിൽ ഒന്നാമത് നിൽക്കുന്നു. 3 പോയിന്റുള്ള ഇറ്റലി രണ്ടാമതാണ്. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ഇറ്റലി ക്രൊയേഷ്യയെയും സ്പെയിൻ അൽബേനിയയെയും നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.